ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ റദ്ദ് ചെയ്തത് 78 സർവീസുകളാണ്. അന്താരാഷ്ട്ര ഡൊമസ്റ്റിക് സർവീസുകൾ ഉൾപ്പെടെയാണ് ഈ 78 സർവീസുകൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെ ചില പരിഷ്കാരങ്ങളിലുള്ള പ്രതിഷേധമാണ് എന്നുള്ള വിവരങ്ങൾ ആണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുൻ, എന്ത് പരിഷ്കാരങ്ങളാണ് ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് വഴിവെച്ചത്? മാത്രമല്ല, ഇങ്ങനെയൊരു സമരത്തിന്, പ്രതിഷേധത്തിന്, പണിമുടക്കിനൊക്കെയുള്ള സാധ്യത എയർ ഇന്ത്യ അറിയുന്നുണ്ടായിരുന്നോ? മാധു, പ്രധാനമായിട്ടുള്ള വിഷയം ഈ എയർ ഇന്ത്യ വിസ്താര ലയനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു പുതുക്കിയൊരു ഫീ സ്ട്രക്ചർ, ശമ്പള പരിഷ്കരണ മാനദണ്ഡം നേരത്തെ തന്നെ എയർ ഇന്ത്യ കൊണ്ടുവന്നിരുന്നു. അത് എല്ലാ ജീവനക്കാരും അതിൽ ഒപ്പിടണമെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞത്. അതായത് മാസം നൽകുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത് മിനിമം 70 മണിക്കൂർ പറക്കലിന് ഒരു നിശ്ചിത ശമ്പളം എന്നത് വിസ്താര വിമാനങ്ങൾക്കെല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. അത് പിന്നീട് എയർ ഇന്ത്യയെ ലയിക്കുന്ന സമയത്ത് എയർ ഇന്ത്യയിലുള്ള മിനിമം 40 മണിക്കൂർ എന്നുള്ള ഒരു തരത്തിലേക്ക് ഈ ശമ്പള പരിഷ്കരണം മാറും. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിസ്താര വിമാനത്തിലെ ജീവനക്കാരെല്ലാവരും തന്നെ ഒരു കൂട്ട സിക്ക് ലീവിൽ നേരത്തെ തന്നെ പ്രവേശിച്ചിരുന്നു. സമാനമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസും അതിലെ ജീവനക്കാരും വന്നിരിക്കുന്നത്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്, വിസ്താര, ഇത് മൂന്നും നിലവിലുള്ളത് ടാറ്റ ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ സിംഗപ്പൂർ ഇന്റർനാഷണൽ എയർലൈൻസിൻ്റെ ഒരു 25% ഷെയറും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ സെപ്റ്റംബറോടുകൂടി തന്നെ വിസ്താരയുമായിട്ടുള്ള ലയനം, ഈ എയർ ഇന്ത്യ വിസ്താര ലയനം പൂർത്തിയാകും. അങ്ങനെ ഈ 3 വിമാനങ്ങൾക്കും കൂടി ചേർന്ന് ഒരേ സാലറി സ്ട്രക്ചർ, ഈ ശമ്പള മാനദണ്ഡം എന്നുള്ളതായിരുന്നു ടാറ്റ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചൊരു കാര്യം. അത് പൈലറ്റുമാർക്കുൾപ്പെടെ 70 മണിക്കൂർ പറക്കൽ മാറ്റി 40 മണിക്കൂർ മിനിമം പറക്കലിന് ഒരു ശമ്പളം എന്നുള്ള രീതിയിൽ ക്യാബിൻ ക്രൂകളുടെയും ശമ്പളം പരിഷ്കരിച്ച് പുതിയ ഒരു ഫീ സ്ട്രക്ചർ കൊണ്ടുവരും. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൂട്ടത്തോടു കൂടി ഇപ്പോൾ ഈ ക്യാബിൻ ക്രൂവും പൈലറ്റുമാരും ഉൾപ്പെടെയുള്ളവർ ഈ മെഡിക്കൽ ലീവ്, സിക്ക് ലീവിന് അപേക്ഷിച്ച് അതിൽ പ്രവേശിച്ചിരിക്കുന്നത്. നേരത്തെ വിസ്താരമായിട്ടുള്ള പ്രശ്നം വന്ന സമയത്ത് അത് പൈലറ്റുമാരായിട്ടെല്ലാം ചർച്ച നടത്തി കുറച്ചുകൂടി രമ്യമായി കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് പിന്നീട് ഒരു ആഴ്ചയ്ക്കകം തന്നെ കാര്യങ്ങൾ പൂർണ്ണ തോതിൽ അവർക്ക് എല്ലാ വിമാനങ്ങളും സർവീസിൽ കൊണ്ടുവരാനുള്ളൊരു മാർഗം നേരത്തെ ലഭിച്ചിരുന്നു. സമാനമായിട്ട് രീതിയിലേക്ക് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കടുത്ത രീതിയിലുള്ള ഒരു നടപടികളെല്ലാം തന്നെ ഈ ഫീ സ്ട്രക്ചറിൽ ഒപ്പിടാത്ത പൈലറ്റുമാർക്കെതിരെ ഉണ്ടാകും. പ്രത്യേകിച്ചും ലയനത്തിന് ശേഷം അവരെ ജോലിക്ക് പരിഗണിക്കാത്ത അവസ്ഥ വരെ ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധം കടുപ്പിച്ചത് ജീവനക്കാർ. സമാനമായിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസും പോയിരിക്കുന്നു. അവരുടെ രാജ്യാന്തര അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വിമാനങ്ങൾ 78 സർവീസുകൾ കഴിഞ്ഞ 12 മണിക്കൂറിന് ഇടയിൽ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും ചർച്ച നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കും ടാറ്റ ഗ്രൂപ്പ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിൽ ലഭിക്കുന്നത്.